എല്ലാവർക്കും നമസ്കാരം. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ബേൺസ് യൂണിറ്റിൽ സർജറി MS അല്ലെങ്കിൽ DNB എടുത്തവർക്ക് അവിടെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അത് 50,000 രൂപയാണ് മാസ സാലറി എന്ന് പറയുന്നത്. ഒരു പ്രോജക്റ്റിന് വേണ്ടിയാണ്. അത് സാധാരണ ഉള്ള യൂഷ്വൽ ഡ്യൂട്ടി അല്ല. ഒരു പ്രോജക്റ്റിന്റെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആളെയാണ്. വലിയ ഹെക്ടിക് ആയിട്ടുള്ള ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല. അതാണ് ആ സാലറി അത്രയായിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഗവൺമെന്റ് അത്യാവശ്യം നല്ല സാലറി കൊടുക്കേണ്ടതാണ്. ഐ മീൻ കേരളത്തിന്റെ ഒരു ബേസിൽ ഞാൻ പറയുന്നത്. ഇപ്പം നോർത്ത് ഇന്ത്യ വെച്ച് നോക്കുമ്പം കേരളത്തിലെ സാലറിയൊക്കെ ഭയങ്കര കുറവാണ്. സ്റ്റൈഫൻ്റെ ആണെങ്കിൽ എന്തുവാനും. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എന്താ പറയുക, ഒരു അടിമത്ത ജീവിതമാണ് കേരളത്തിൽ എന്ന് പറയുന്നത്. ഒരു തരം യൂണിയൻകാരുടെ അകത്ത് നിന്ന് ആ യൂണിയൻകാർ ഒരു ഗവൺമെന്റിന്റെ കീഴിൽ അടിമകളായി ജീവിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്നാൽ ഈ യൂണിയൻകാർ ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല കാര്യങ്ങളുമില്ല. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഉദാഹരണം പറഞ്ഞത് കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിൻ്റെ ഈ ഇടയ്ക്ക് ഒരു 2 ആഴ്ച മുമ്പ് എനിക്കൊരു മെയിൽ വന്നതാണ്. ഒരു അഡീഷണൽ സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യാൻ വേണ്ടി ഏകദേശം 2 മാസമാണ് കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിൻ്റെ കൂടെ നിൽക്കുന്നത്. ഒരു ഇപ്പം FMGയുടെ തന്നെ കാര്യം പറയുന്നത് 7-8 മാസം വേണം, വെയിറ്റിംഗ് ലിസ്റ്റാണ്. അപ്പം അതിൻ്റെ ഒരു ടെമ്പററി ആയിട്ട് അവർക്ക് കിട്ടാൻ. അത് കഴിഞ്ഞ് ഒരു ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞ് പിന്നെ ഒരു 7-8 മാസം. അപ്പം ടോട്ടലി 1 വർഷം ഇൻറ്റേൺഷിപ്പും 1 വർഷം കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിൻ്റെ പ്രത്യേകതരം ടോർച്ചറിങ്ങും. ഇതാണ് ശരിക്കും ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഇത് തന്നെയാണ് അവസ്ഥ. അവർ ഒരിക്കലും ഫോൺ എടുക്കാറില്ല. ഞാൻ അവിടെ വെച്ച് നടന്ന സംഭവമാണ്. ഞാൻ അവിടെ നിന്ന് സമയത്ത് അങ്ങ് ബഹ്റിന്നോ അവിടെ നിന്നോ ഒരാൾ കോഴിക്കോട് ഇറങ്ങി, കോഴിക്കോട് നിന്ന് ഒരു ട്രെയിൻ പിടിച്ച് ട്രിവാൻഡ്രത്ത് വന്ന് ചെറിയൊരു കാര്യം, ഒരു NOCയിൽ എന്തോ ഒരു ചെറിയൊരു കാര്യമാണ്, അതിനുവേണ്ടി ഇത്രയും കഷ്ടപ്പാടാണ് ഇവിടുത്തെ ഡോക്ടേഴ്സ് അനുഭവിക്കുന്നതെന്നൊരു കാര്യം കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിൽ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അറിയാം. ഈവൻ നമ്മുടെ ഹെൽത്ത് മിനിസ്റ്ററിനും നമ്മുടെ CMനും അത്യാവശ്യം എല്ലാവർക്കും ഞാൻ ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിൽ നിന്ന് മെയിൽ അയച്ചായിരുന്നു. അതിന് റിപ്ലൈ എന്ന് പറയുന്നത് ഒന്നുമില്ല. അതാണ് അവസ്ഥ എന്ന് പറയുന്നത്. കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിനെ പറ്റി ഞാൻ ഒന്നും പറയത്തില്ല. കാരണം അതൊരു വല്ലാത്തൊരു അവസ്ഥയിലാണ്. എനിക്ക് ടെമ്പററി രജിസ്ട്രേഷനാണ് ഉള്ളത് സത്യം പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ MD എക്സാമിനേഷൻ, അത് കഴിഞ്ഞിട്ടുള്ള SRship, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഷട്ടിലാണ്. അവിടെ ചെന്ന് ചോദിക്കാൻ പറയും കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് KUHS ഇപ്പോൾ ചോദിക്കാൻ പറയും. അവിടെ ചെല്ലാൻ പറയും അതെല്ലാം കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലാണ്. KSMC ചെല്ലാൻ പറയും. ഇതിൽ രണ്ടിലെയും പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും ഇരിക്കുന്നവർക്ക് ഇതുമായിട്ട് ഒരു ബന്ധമില്ല എന്നുള്ളതാണ്. ഇപ്പം ബേസിക്കായിട്ട് എവിടെന്നെങ്കിലുമൊക്കെ ആൾക്കാരെ പിടിച്ച് ഇങ്ങനെ എന്താ പറയുക, മേ ബി അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായി കാണത്തില്ല. അവർക്ക് പറ്റിയത് എനിക്ക് തോന്നുന്നു ഈ മിൽമ, ദേവസ്വം അങ്ങനെയുള്ള ബോർഡാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു ഇവർക്കൊക്കെ. ബാക്കി എത്തി കൂടെ എനിക്ക് തോന്നുന്നു ഡൽഹി മെഡിക്കൽ കൗൺസിലോ അല്ലെങ്കിൽ വേറെ നല്ല മെഡിക്കൽ കൗൺസിലോ ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കുറച്ച് നാൾ ഇരുത്തി കഴിഞ്ഞാൽ ശരിയാവും. അതൊക്കെ തന്നെ ഈ പിയൂണ് അങ്ങനെയുള്ള ജോലികൾ, പിയൂണ് കുറച്ച് ആ ഒരു ക്ലറിക്കൽ വർക്കൊക്കെ ബംഗാളി കണക്കുള്ള ആൾക്കാരെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇവിടെ ഉള്ളവർക്ക് സമ്മേളനത്തിന് പോകണം, ചായ പാർട്ടി, അത് പാർട്ടി, മറ്റേ പാർട്ടി, അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പം അതാണ് അവസ്ഥ എന്ന് പറയുന്നത്. ഞാൻ കൂടുതലായിട്ട് അതിനെപ്പറ്റി പറയുന്നില്ല. കാരണം എനിക്ക് വലിയ പണികളാണ്. ഞാൻ ഒരുപാട് അതിനെതിരെ ശക്തമായി പ്രതികരിച്ചു എന്ന രീതിയിൽ ഈ ഇടയ്ക്ക് കഴിഞ്ഞ നവംബറിൽ ഞാൻ പോയ സമയത്ത് പറഞ്ഞു, അങ്ങ് വലിയ ആൾക്കാർക്കൊക്കെ പരാതി കൊടുക്കുന്നുണ്ട്, പിന്നെ എന്തിന് ഇങ്ങോട്ട് വരുന്നതെന്നാണ് പറയുന്നവർ. എന്ന് വെച്ചാൽ നമ്മുടെ ടാക്സിൻ്റെ ക്യാഷ് കൊടുത്ത് നമ്മളൊരു സർവീസിന് ചെല്ലുന്ന സമയത്ത് നമ്മളെ ഭരിക്കാൻ വരുന്ന ഒരു ടൈപ്പ്. അപ്പം ഞാൻ പല വീഡിയോയിലും പറഞ്ഞ കണക്ക് കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ പോകുന്നത് ഒരു രാജ കുടുംബത്തേക്കാണ്. അവിടെ രാജാവുണ്ട്, രാജ്ഞിയുണ്ട്, മന്ത്രിമാർ കാണും. അപ്പം അവരെ ആ രീതിയിൽ കാണുക, എന്നാൽ മാത്രമേ കാര്യം നടക്കൂ. അല്ലാതെ അവിടെ ചെന്ന് നിങ്ങളാണ്, ജനങ്ങളാണ് ശരിക്കും ഇതിൻ്റെയൊക്കെ സർവ്വ അധികാരി, ബാക്കി എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുകയാണ് എന്നൊരു ധാരണയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ കേരള സാർ 100% ലിറ്ററസി സാർ ചുമ്മാ പറയുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനെ മിസ്യൂസ് ചെയ്യുകയാണ് ഇവിടുത്തെ പൊളിറ്റീഷ്യൻസും മാധ്യമങ്ങളൊക്കെ. 100% ലിറ്ററസി എന്ന പേരിൽ പറ്റിക്കപ്പെടുന്ന ഒരു സമൂഹമായിട്ടാണ് ഞാൻ പലപ്പോഴും കാണുന്നത് കേരളത്തിൽ. അല്ലെങ്കിൽ പിന്നെ ഇവിടെയുള്ള ഏറ്റവും നല്ല ബ്രില്യൻ മൈൻഡ്സ്, ഞാൻ ഒരു ഉദാഹരണം പറയുന്നില്ല, ഞാൻ തൃശ്ശൂർ ഇടയ്ക്ക് പോയ സമയത്ത് ഇവിടെ ഒരു ആൾ പറഞ്ഞൊരു കാര്യമാണ്, അവരുടെ മക്കളെല്ലാം വെൽ എഡ്യൂക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കോൺട്രിബ്യൂഷൻ ആ രാജ്യത്ത് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഞാൻ ആലോചിക്കുക, അവരെന്തുകൊണ്ട് ഇവിടെ നിൽക്കുന്നില്ല? അവരിവിടെ നിന്നിരുന്നെങ്കിൽ ആ വയസ്സായ കാലത്ത് അവരുടെ അച്ഛനും അമ്മയ്ക്കും ഒരാളായി, അപ്പനും അമ്മയ്ക്കും അവരുടെ ഭാഷയെ പറഞ്ഞ്, എന്നിട്ട് അവർക്ക് ഇവിടെ നല്ല രീതിയിൽ കോൺട്രിബ്യൂഷൻ ചെയ്യാം. നമ്മുടെ സംസ്ഥാനം, നമ്മുടെ രാജ്യത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഇതൊന്നും നടക്കുന്നില്ല. എല്ലാവരും വിദേശത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഒരു എന്താ പറയുക, അകത്തുള്ളൊരു പ്രശ്നങ്ങൾ തന്നെയാണ്. ഈ പുറം രാജ്യത്ത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ പുറം രാജ്യത്ത് ജീവിച്ച വ്യക്തിയാണ് 6 വർഷം. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തൊക്കെ സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞാലും അവർ നമ്മളെ ഒരു സെക്കൻഡ് ഒരു സിറ്റിസണായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കളർ വെച്ചിട്ട് നമ്മളെ പലരും ഈ നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യൻ വരെ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. ഇപ്പോൾ നോർത്ത് ഇന്ത്യക്കാരെ കുറച്ചുകൂടെ
വൈറ്റിഷ് ബ്രൗൺ എന്ന് പറയും. നമ്മുടെ സൗത്ത് വരുമ്പോൾ കുറച്ചൊരു ബ്ലാക്കിഷ് ആ ഒരു രീതിയിലാണ്. അപ്പോൾ നമ്മളെയൊക്കെ ആഫ്രിക്കൻസ് ആൾക്കാർ, ഇവൻ നോർത്ത് ഇന്ത്യക്കാരെ അങ്ങനെ തന്നെ വിളിക്കുന്നത്, ആഫ്രിക്കൻസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ വേറെ രാജ്യങ്ങളിൽ പോകുമ്പോൾ പല രീതിയിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും വേറെ രാജ്യത്ത് ജീവിക്കുന്ന സമയത്ത് അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട് എല്ലാ രീതിയിലും. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ പ്രശ്നങ്ങളാണ്. 3-4 കാര്യങ്ങളുണ്ട്. നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, തൊഴിൽ ഇടത്തുണ്ടാകുന്ന പ്രശ്നം, പിന്നെ ഈ യൂണിയൻകാരുടെ പ്രശ്നം, പിന്നെ നമ്മുടെ ഭരിക്കുന്നവരുടെ ഒരു പ്രശ്നം. ഇത് പ്രോപ്പറായിട്ട് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ കേരളം സത്യം പറഞ്ഞാൽ ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ള ആ ഒരു ലേബലിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ എന്ന് പറയുന്നത്. പല കാര്യങ്ങളും ജസ്റ്റ് നോക്കിയാൽ മതി മനസ്സിലാവും. ഈ ഇടയ്ക്ക് ആശാ വർക്കർമാർ, നമുക്കറിയാം ഈ മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുമ്പോൾ ഏറ്റവും താഴെത്തട്ടിലെ ഒരു ഫീൽഡ് വർക്കറാണ് ഈ ആശാ വർക്കർ എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളിലും അവരാണ് എല്ലാ ഡോക്ടേഴ്സിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്കറിയാം കോവിഡ് സമയത്തൊക്കെ അവർ എന്തോരം ഹെൽപ്പ് ചെയ്യുന്നു. പക്ഷേ അവരിപ്പം വേതനത്തിന് വേണ്ടി മാസങ്ങളായിട്ട് ശമ്പളമില്ല. വേതനം എന്ന് പറഞ്ഞാൽ വെറും 7,000 രൂപ എന്ന് പറഞ്ഞാൽ അവരിപ്പം വേറെ തൊഴിലുറപ്പ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഇരട്ടി കാശ് കിട്ടും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിക്ക് പോയാലും അതിനേക്കാളും കാശുണ്ടെന്ന്. അപ്പോൾ അത്ര തുച്ഛമായ വേതനത്തിന് അവർ നിൽക്കുക എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ സമയത്ത് എന്താ പറയുക, മറ്റ് സംസ്ഥാനങ്ങളിലേക്കാളും ഏറ്റവും കൂടുതൽ കൊടുക്കുന്നു എന്ന് അവകാശപ്പെടുകയാണ് നമ്മുടെ കേരള സർക്കാർ. അത്രേ ചെയ്യുന്നുള്ളൂ. അപ്പം സെയിം സമയം നിങ്ങൾ നാച്ചു നോക്കണം, PSCയിലെ മുന്തിയ രാജാക്കന്മാർക്ക്, അവിടെ ഇരിക്കുന്ന രാജാക്കന്മാർ തന്നെ പറയാം, അവർക്ക് കൊടുക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് ഒരു 3-4 ലക്ഷം രൂപയ്ക്ക് പുറത്തായി എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് വരുന്നത്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, MBBS MD കഴിഞ്ഞ MS സർജറി കഴിഞ്ഞ ഡോക്ടറിന് ഇവിടെ കൊടുക്കുന്ന 50,000 രൂപ, ആശാ വർക്കർ കൊടുക്കുന്നത് 7,000, ഇവർക്ക് കൊടുക്കുന്ന ഇത്രയും. അപ്പം ശരിക്കും വലിയൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ശരിയാവത്തില്ല. കാരണം ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞിട്ടും പറ്റിച്ച കാര്യമൊന്നുമില്ല. ഈ അടിമകളായിട്ട് നിൽക്കുമ്പം ഇപ്പം തന്നെ നമ്മുടെ കേരള PG അസോസിയേഷൻ്റെ പ്രസിഡന്റ് ചോദിച്ചോ പറഞ്ഞാണ്, നമ്മൾ ഗവൺമെൻറ്റിനെതിരെ ഒന്നും പറയാൻ പറ്റത്തില്ല. ഗവൺമെൻറ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്, അവർ സപ്പോർട്ട് ചെയ്യണം. കാരണം അവർ SFIയുടെ ആൾക്കാരാണ്, ലൈക്ക് വാട്ട് ഐ യൂസ് ടു സേ. അപ്പോൾ അവരുടെ ആ ഒരു സംഘടനയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് അവർക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ല. അവർ പ്രതികരിക്കേണ്ട, ബാക്കിയുള്ളവർക്ക് പ്രതികരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നൊരു കാര്യമില്ലേ. പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് പുറത്തു പോവുക, ബാക്കിയുള്ളവർ വരട്ടെ, വേറെ സംഘടനയുള്ള ആൾക്കാർ. അപ്പോൾ ഈ പറഞ്ഞ സൈഫൻ്റെ ഇഷ്യൂ ഒക്കെ മുന്നോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. കഴിഞ്ഞ ആഴ്ച കണ്ടൊരു വലിയൊരു കാര്യം ഉണ്ടായിരുന്നു. അതിങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. കാരണം ഒരു FMG സ്റ്റുഡൻറ്റ് കൊല്ലത്തുള്ളതാണ്, അത് ഹാങ് ചെയ്തു. അപ്പം ആ കേസ് വന്നത് കൊല്ലത്താണ്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ. അപ്പം അത് ചെയ്ത സമയത്ത് മനസ്സിൽ ആദ്യമായിട്ട് വന്നൊരു കാര്യമാണ്, എന്തിനാണ് ഞാൻ ഫോറൻസിക് എടുത്തതെന്നൊരു വലിയൊരു ചോദ്യം ഉണ്ടായിരുന്നു. കാരണം ഇതൊക്കെ ചെയ്യേണ്ടി വരുമെന്നൊരു ശരിക്കും പറഞ്ഞാൽ ഒരു വിഷമോ നല്ല പറയാനുള്ള ഒരുതരം എന്താ പറയുക, ഒരു മരവിച്ചൊരു അവസ്ഥയുണ്ട് മനുഷ്യന്. ആ ഒരു സ്ഥിതിയിലൂടെ ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. ആ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. കാരണം അത്രയ്ക്കൊരു നിഷ്കളങ്കമായൊരു ഫേസ് ആയിരുന്നു. ഞാൻ ചിന്തിക്കുന്ന ഈ തരത്തിലാണ്, എന്നാൽ കഴിയുന്ന ഒരു ചെറിയൊരു സഹായം അന്ന് കൊടുത്തിരുന്നെങ്കിൽ അവൻ തിരിച്ച് ഇപ്പോഴും ജീവിച്ചിരിക്കുകയായിരുന്നെങ്കിൽ എന്നൊരു തോട്ടുണ്ടായിരുന്നു. കാരണം ഒരു എന്താ പറയുക, അതാണ് ഞാൻ ആ സമയത്ത് അത് കഴിഞ്ഞ് ഏകദേശം ഇപ്പം വരെ ഞാൻ ചിന്തിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഇത്തരത്തിൽ മാനസികമായി നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വിഷമോ കാര്യങ്ങളോ വരികയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഫീൽ ഫ്രീ. ഞാൻ വളരെ ജെന്യുവനായിട്ട് പറയുകയാണ്, കോണ്ടാക്ട് ചെയ്യാം, സംസാരിക്കാം. എന്നെക്കാൾ കഴിയുന്ന തരത്തിലുള്ള ഹെൽപ്പ്, ഇപ്പോൾ ഫിനാൻഷ്യൽ ആണെങ്കിൽ കൂടി ഒരു പരിധി വരെ ഉള്ള ഹെൽപ്പ് ഞാൻ ചെയ്യാം. ഞാൻ വെറുതെ പറയുന്നതല്ല, അത് ജസ്റ്റ് ജെന്യുവനായിട്ട് പറയുന്നതാണ്. ഇന്നും അത് കണക്ക് തന്നെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത്. രാവിലെ ഒരു ഇൻസ്റ്റയിൽ വന്ന ഒരു മെസ്സേജാണ്. അതും ഈ പറയുന്ന കണക്ക് ഫസ്റ്റ് ഇയറിൽ PGക്ക് കയറി ക്ലിനിക്കൽ ഇപ്പം ഇവിടെ ഇട്ടിട്ട് പോകാനുള്ളൊരു പ്ലാനാണ്. കാരണം അത്രയ്ക്ക് ഹെക്ടിക്കാണ്, ടോർച്ചറാണ്, മറ്റേതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. സൗത്ത് ഇന്ത്യൻകാർ നോർത്തിലോട്ട് പോകുമ്പം ആ ഒരു വർക്ക് കൾച്ചറിലേക്ക് എത്തുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ലാംഗ്വേജ് ഇഷ്യൂ, ഫുഡ് ഇഷ്യൂ, ഞാൻ ആൾറെഡി പറയാറുണ്ടായിരുന്നു പല വീഡിയോസിലും. അപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം ആദ്യത്തെ ഒരു 3-4 മന്തിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതൊരു റൊട്ടീനാവും, ഈ ശീലമായി പോകുന്നല്ല പറയുന്നത്. അതൊരു നമുക്ക് ആ ഒരു ഫ്ലോ കിട്ടും അവിടെ നിൽക്കാനുള്ളത്. അപ്പോൾ ആദ്യത്തെ കുറച്ച് മാസം പിടിച്ച് നിൽക്കുക. ഒട്ടും വയ്യാന്നുണ്ടെങ്കിൽ ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല. ഇവിടെ ഈ ഒരു മെസ്സേജിൽ ഞാൻ പറഞ്ഞ അങ്ങനെയാണ്. ഒട്ടും വയ്യാന്നുണ്ടെങ്കിൽ നമ്മളതിൽ MBBS ഉണ്ട്, അത് വെച്ച് സുഖമായിട്ട് ജീവിക്കാം. പിന്നെ PG എടുത്ത് ഇങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ മാക്സിമം ട്രൈ ചെയ്യുക. കാരണം ട്രൈ ചെയ്യുക, കിട്ടിക്കഴിഞ്ഞാൽ ഒരു MD MS ആണ്, അതിലേക്ക് തിരിച്ച് നാട്ടിൽ വന്ന് തന്നെ ജോലി ചെയ്യുക. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ടോക്സിറ്റി എല്ലായിടത്തും ഉണ്ട്, അവിടെ മാത്രമല്ല. ഈവൻ എൻ്റെ വൈഫിൻ്റെ ഏറ്റവും ഇപ്പം മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് കയറുന്ന സമയത്ത്, ഈ മന്ത് അവസാനമാണ് കയറുന്നത്, മീൻസ് ഫെബ്രുവരി അവസാനം ഒരു 20ാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ബാക്കി 8 ദിവസമേ ഉള്ളൂ. ആ 8 ദിവസത്തേക്ക് ആ മന്തിലെ എല്ലാ ഡ്യൂട്ടിയും കൂടെ ചേർത്തിട്ടൊരു 3 or 4 നൈറ്റ് ഡ്യൂട്ടി വരെ ഇട്ടിട്ടുണ്ട് അവിടുത്തെ ആൾക്കാർ. അപ്പം ടോക്സിറ്റി എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഉള്ളതാണ്, നമുക്കത് പറഞ്ഞിട്ട് കാര്യമില്ല. ആ സിസ്റ്റം അവരെ അങ്ങനെ ആക്കിയെടുത്തതാണ്. ഞാൻ ഒരിക്കലും അവരെ കുറ്റം പറയത്തില്ല. കാരണം അവരെ ആ രീതിയിൽ
അങ്ങ് മോൾഡ് ചെയ്തെടുത്തു. ഈ ഡോക്ടേഴ്സിന് ശരിക്കും വേണ്ട എന്തുവാ സിമ്പതി, എമ്പതി എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഇന്നത്തെ ഡോക്ടേഴ്സിന് വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ ഞാൻ കണ്ട കുറച്ച് ആൾക്കാരുണ്ട്. അതൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ കോളേജല്ല, പാരിപ്പള്ളി കൊല്ലം മെഡിക്കൽ കോളേജല്ല, സർജറിയിലൊരു സാറുണ്ട്. ഞാൻ ഡോക്ടർ എന്ന് തികച്ച് വിളിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹമായിരിക്കും 100%. കാരണം അത്രയ്ക്ക് അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യമുണ്ട്, ജീവിതത്തിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് പൈസയൊന്നുമല്ല, ഒരാളുടെ സമയമാണ്. ഒരാളുടെ സമയം വേറെ ആൾക്ക് വേണ്ടി കൊടുക്കുക എന്നുണ്ടെങ്കിൽ അതാണ് ലോകത്തിലെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത്. അത് ഭയങ്കര ഒരു ഫിലോസഫിക്കലാണ്. ഞാൻ അന്ന് സാറുമായിട്ട് സംസാരിക്കുമ്പം, ഞാൻ അധികം സംസാരിക്കാറില്ല സാറുമായിട്ട് എല്ലാവരുടെ അടുത്തും, പക്ഷേ സാർ എന്നെ അന്ന് ഇവിടെ ഇരുത്തി ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഏകദേശം ഒരു 2 hours 3 hours 2 hours ഒക്കെ എനിക്ക് തോന്നുന്നു കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചു അതിനെ പറ്റി പല കാര്യങ്ങളും. സാർ ഈ പാലിയേറ്റീവ് കെയറോട് ബന്ധപ്പെട്ട ആ ഒരു രീതിയാണ്. അപ്പോൾ ഒരു വീഡിയോ ഒക്കെ കാണിച്ചു. അന്ന് സാറ് പറഞ്ഞ കുറേ കാര്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരുപാട് ഫുഡ് കഴിച്ച് വയർ നിറഞ്ഞിറങ്ങുമ്പോൾ ഒരു ഫീൽ, അതെനിക്ക് അന്ന് തല നിറച്ച് എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത്രയ്ക്കൊരു ഇൻപുട്ട് അന്ന് വന്നത്. ഭയങ്കരമായിട്ട് ഒരു ബ്രെയിൻ സ്റ്റോമിങ് സെക്ഷൻ എന്നൊക്കെ നമുക്ക് പറയാമെന്നുണ്ടെങ്കിൽ ശരിക്കും അദ്ദേഹമൊക്കെയുള്ള ആൾക്കാരാണ് ഈ ബെസ്റ്റ് ഡോക്ടറിനുള്ള അവാർഡോ അങ്ങനെ കൊടുക്കേണ്ടത്. പക്ഷെ എന്തുകൊണ്ടോ ഈ പറയുന്ന കണക്ക് നമ്മുടെ നാട്ടിൽ ഈ ഗവൺമെൻറ് ആരാണോ ഭരിക്കുന്നത് അവരുടെ ചായ്വിലോട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അവാർഡും കാര്യങ്ങളും കൊടുക്കാറുള്ളൂ. അതിപ്പം നമുക്കറിയാം, പല ഇൻസിഡൻറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്നേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് പറയേണ്ട, പക്ഷേ ഞാൻ പറഞ്ഞതാണ് ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ വളരെ ഈ എമ്പതി സിമ്പതി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. അതിപ്പോൾ വളരെ കുറഞ്ഞു. പഴയ ഉള്ള ഡോക്ടേഴ്സ് അല്ല. ഡോക്ടേഴ്സിനെ കുറ്റമായിട്ട് മാത്രം കാര്യമില്ല. ഇപ്പം നമുക്കറിയാം ഒരുപാട് പേരെ നമുക്കറിയാം ഈ ഡോക്ടറിൻ്റെ വയലൻസിൻ്റെയും കാര്യങ്ങൾ. എത്ര പേരാണ് ഇതിൻ്റെ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അപ്പം വന്ദനാദാസ് ഉൾപ്പെടെ, ഞാൻ പേരെടുത്ത് പറയില്ല എന്ന് പറഞ്ഞാൽ അതിപ്പം RJ കാറിലെ ഇഷ്യൂ ആണ് ഞാൻ ആദ്യമേ ഉദ്ദേശിച്ചത്. അപ്പം നമുക്കറിയാം അത്രയ്ക്ക് ക്രൂരതയായിട്ടാണ് ഈ പുറത്തുള്ള ആൾക്കാർ ഡോക്ടേഴ്സിനോട് പെരുമാറുന്നത്. അപ്പോൾ അവരും തിരിച്ച് ഈ പറയുന്ന എമ്പതി സിമ്പതിയൊക്കെ കാണിക്കുക എന്ന് പറയുമ്പം കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ പറയുന്ന ഈ ക്യാഷിനോടുള്ള അതിമോഹം ഒന്ന് പലരും പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു നീറ്റ് പ്രിപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഒരു 8ാം ക്ലാസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രിപ്പറേഷനാണ്. അത് കഴിഞ്ഞിട്ട് MBBS, അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ ജനറൽ കാറ്റഗറിയാണ് പറഞ്ഞത്. മീൻസ് ബാക്കിയുള്ളവർക്ക് ഒരുപാട് റിസർവേഷനും കൺസിഡറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ ജനറലിൻ്റെ കാര്യമാണ്. അത് കഴിഞ്ഞുള്ള PG പഠനമായാലും വളരെ തുച്ഛമായ കാശാണ്. നമ്മളൊരു ബേസിക് നീഡ്സ് മാത്രം ഒരു നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് മാത്രമല്ല, അല്ലാതെ യാതൊരു സേവിങ്സോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ടെക്കികളൊക്കെ ഓരോ തവണ ഐഫോൺ വരുമ്പം പുതിയ ഐഫോൺ മാറ്റുമെന്നൊരു കാര്യമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ നടക്കത്തില്ല. ഐ മീൻ കേരളത്തിലെ ഡോക്ടേഴ്സിനെ സമയത്ത് നടക്കത്തില്ല. ഇപ്പോൾ നോർത്ത് ഇന്ത്യ ആണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഐഫോണൊക്കെ അഫോർഡ് ചെയ്യാനുള്ള സ്റ്റൈഫൻഡ് അവർക്ക് കിട്ടും. പക്ഷേ കേരളത്തിൽ അതിൻ്റെ പാതിയേ ഉള്ളൂ. നമുക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പെട്രോൾ അടിക്കുമ്പോൾ തന്നെ പാതി സ്റ്റൈഫൻഡ് തീരും. അതാണ് കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, എമ്പതി സിമ്പതി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഡോക്ടർമാരെന്ന് മാറിയതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ആ സിസ്റ്റമാണ്. ഇപ്പം ഇത്രയും വർഷം പഠിച്ച് PG പഠിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഗവൺമെൻറ് പഠിക്കാത്ത പ്രൈവറ്റ് പഠിക്കുന്നവരാണെന്ന് വെച്ചാൽ അപ്പം എത്തോളം ഫീസ് അടയ്ക്കണം. ഇപ്പം ഒരു റേഡിയോളജി സീറ്റുണ്ട്. ഈ വർഷം അവസാനം പോയ ഒരു സീറ്റ്, റേഡിയോളജി മാനേജ്മെൻറ്റ് സീറ്റ് പോയേക്കുന്നത് 60 ലക്ഷത്തിനാണ് പെർ ഇയർ. അപ്പോൾ 3 വർഷം പഠിക്കുമ്പോൾ ഏകദേശം 1,80,00,000 പുറത്താവും. ഇത്രയും 1,80,00,000 രൂപയ്ക്ക് ഒരാൾ പഠിച്ചിറങ്ങിയിട്ട് അയാളുടെ കയ്യിൽ നിന്ന് സിമ്പതി എമ്പതിയൊക്കെ വേണമെന്ന് നമ്മൾ പറയുന്ന സമയത്ത് ചിന്തിക്കേണ്ട കാര്യം, 1,80,000 1,80,00,000 എന്ന് പറയുന്നത് ഒരു ചെറിയൊരു എമൗണ്ട് അല്ല. അത്രയും എമൗണ്ടിൽ അവർ പഠിക്കുക എന്ന് പറയുമ്പോൾ അത് തിരിച്ചെടുക്കാനാണ്. അപ്പോൾ അത്രയ്ക്കുള്ള ഒരു സിൻസിയാരിറ്റിയും അതൊക്കെയെന്ന് അവരെന്ന് പ്രതീക്ഷിക്കേണ്ട ആവശ്യമുള്ളൂ എന്നൊരു കാര്യവും കൂടെ നമ്മൾ മനസ്സിലാക്കുക. അതാണ് ശരിക്കും സിസ്റ്റം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന കണക്ക് എമ്പതി സിമ്പതിയൊക്കെ ഡോക്ടേഴ്സിന് വരും. എങ്ങനെ സിസ്റ്റം ടോട്ടലി ഈ പറയുന്ന കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പ്രോപ്പറായിട്ട് എല്ലാവർക്കും അവസരം കിട്ടുന്ന കണക്ക് എക്കണോമിക് റിസർവേഷൻ കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന ഈ ആദിവാസി മേഖലകളിലാണെങ്കിലും സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന കുട്ടികൾക്കാണെങ്കിലും നല്ല രീതിയിൽ റിസർവേഷൻ കൊടുത്തിട്ട് അവരെയും മുന്നോട്ട് കൊണ്ടുവന്ന് ബാക്കി ജനറൽ കാറ്റഗറി എല്ലാവരെയും ഒരേ രീതിയിൽ കൊണ്ടുപോയി ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ നിർത്തി ഇവർക്ക് പ്രോപ്പറായിട്ട് എന്താ പറയുക സീറ്റ് അലോട്ട് ചെയ്ത് അവർക്കൊരു ജോബ് സെക്യൂരിറ്റി കൊടുത്ത് അവരെ ശരിക്കും ഒരു വെൽ പ്രൊട്ടക്റ്റ് ആക്കി എടുത്ത് അല്ലെങ്കിൽ ഒരു എക്കണോമിക്കലി ബർഡൻസിലൂടെ കൊണ്ടുപോകാതെ നല്ല രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ സെർട്ടൺ പീരീഡ് കഴിയുമ്പോൾ അവരുടെ പഠിത്തം കഴിയുമ്പോൾ അവർക്കൊരു ടു സൊസൈറ്റി അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റിയും അവർ കോൺട്രിബ്യൂഷൻ ചെയ്യും. അല്ലാത്തടത്തോളം കാലം ഇത് ഈ പറയുന്ന സിമ്പതി എമ്പതി എന്നൊക്കെ പറയുന്നത് വളരെ പാടാണ്. പ്രത്യേകിച്ച് ഈ MBBS ലൈഫ് കണക്കല്ല PG. MBBS പിന്നും ഒരു സ്റ്റുഡൻസ് തമ്മിലൊക്കെ ഭയങ്കര ഒരു ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ ഈ MBBSും
10th 12th ഉള്ള ഫ്രണ്ട്സാണ് നമ്മുടെ ലൈഫ് ലോങ് ഉണ്ടാകുന്നത്. ബാക്കി ആരും ഉണ്ടാകത്തില്ല എന്നുള്ള കാര്യം എനിക്ക് പൂർണ്ണ ബോധ്യമാണ്. കാരണം അന്ന് വരെ എനിക്ക് 1-2 ഫ്രണ്ട്സൊക്കെ ഉണ്ട്. മെഡിസിൻ കാലത്തായാലും 2-3 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം ബാക്കി 10th കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ PG കാലഘട്ടത്തിൽ വരയ്ക്ക് വരുമ്പോൾ സമയത്ത് നമുക്ക് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവരും പല രീതിയിൽ ഐ മീൻ അവരുടേതായ ലൈഫാണ്, അവരുടേതായ കാര്യമുണ്ട്. അപ്പം നമുക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫ്രണ്ട്ഷിപ്പും അങ്ങനത്തെ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പം സോപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇത്ര കാര്യമേ ഉള്ളൂ. ഈ പറഞ്ഞ ഡോക്ടേഴ്സിൽ എമ്പതി സിമ്പതി ഉള്ളവർ വളരെ കുറച്ചേ ഉള്ളൂ. ഇപ്പം വാരണാസിയിൽ ഒരു ഡോക്ടറുണ്ട്, ഒരു കാർഡിയോളജിസ്റ്റാണ്, വളരെ ഫേമസ് ആണ് വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സാലറിയുടെ ഒരു നല്ല ശതമാനം അവിടുത്തെ അദ്ദേഹത്തിൻ്റെ അത്യാവശ്യം വേണ്ട ഫുഡിനും ബാക്കി കാശും എടുത്തിട്ട് ബാക്കി അവിടെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ റിസർച്ചിന് വേണ്ടി ഇങ്ങനെ കൊടുത്തേക്കുവാണ് ഡോക്ടർ. അപ്പം അത്രയും വലിയൊരു മനുഷ്യനാണ്. അപ്പം അങ്ങനെ ശരിക്കും എൻ്റെ ഒരു ഡ്രീമാണ് ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് എൻ്റെ ബേസിക് നീഡ്സിന് വേണ്ടി മാത്രം ക്യാഷ് എടുത്തിട്ട് ബാക്കിയെല്ലാം പേഷ്യൻസിനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഹോസ്പിറ്റലിലൊക്കെ കൊടുക്കണമെന്നുള്ള കാര്യം. കാരണം വലിയൊരു ഡ്രീം ഉണ്ടായിരുന്നു എനിക്കൊരു. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഓരോ ഡ്രീം ഉണ്ടല്ലോ നമുക്കൊക്കെ എന്തൊക്കെ ചെയ്യണം, അങ്ങനത്തെയൊക്കെ കാര്യം ചെയ്യണമെന്ന്. അപ്പം ഞാൻ ആലോചിക്കാവുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു ഹോസ്പിറ്റൽ സെറ്റപ്പ്, ഒരു വലിയൊരു അവിടെ ഏറ്റവും ട്രീറ്റ്മെൻറ്റ് വളരെ വില കുറച്ചുള്ള ട്രീറ്റ്മെൻറ്റ്, ഐ മീൻ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. പക്ഷേ അവിടുത്തെ ഡോക്ടേഴ്സിന് ഏറ്റവും നല്ല സാലറി, ഇപ്പം റിസർച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഏറ്റവും ടോപ്പായിട്ട് വിദേശത്ത് നിന്നൊക്കെ വന്ന് ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ്, അങ്ങനെയൊക്കെയുള്ള വലിയ ഡ്രീംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിലെല്ലാത്തിനും ക്യാഷ് വേണം. ഈ പറയുന്ന എമ്പതിയും സിമ്പതിയും ഒക്കെ കൊണ്ടൊന്നും നടക്കത്തില്ല. അപ്പം ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ക്യാഷ് വരികയാണെന്നുണ്ടെങ്കിൽ അന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പറയാനല്ലേ ഒക്കത്തുള്ളൂ നമുക്ക്. ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. താങ്ക് യു.